നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൽ ഇന്ന് ഇന്റർ മയാമി ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരത്തിന് ഇറങ്ങിയാണിത്. അത് നിർണായകമായ പോരാട്ടമാണ്. ഇന്ന് ജയിച്ചാൽ നോക്കൗട്ടിലേക്ക് കടക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോവേണ്ടി വരും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരാട്ടം. അതും മെക്സിക്കൻ ലീഗിലെ മികച്ച ക്ലബിനോടാണ്, പ്യുമാസ് UNAമിനോടാണ് കളി. ഇന്ന് രാത്രിയാണ് മത്സരം നടക്കുന്നത്. പക്ഷെ നമുക്ക് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളി ആരംഭിക്കുക, ഇന്ത്യൻ സമയം വെക്കുമ്പോൾ. ഏതായാലും ഈ കളിക്ക് ലിയോ മെസ്സി പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണെന്നതാണല്ലോ വാർത്ത. ഇപ്പോൾ ശുഭകരമായൊരു വാർത്ത വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മാക്സി ഫാൽക്കൻ്റെ റെഡ് കാർഡ് റിവോക്ക് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ റഫറിയുടെ തെറ്റായ തീരുമാനമായിരുന്നു ആ റെഡ് കാർഡ്. അത് മയാമിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ആ മത്സരം പിന്നെ റെഗുലർ ടൈമിൽ സമനിലയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിക്കുകയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് അവർക്ക് നഷ്ടമായി. 3 പോയിന്റ് കിട്ടേണ്ട ഇടത്ത് 2 പോയിന്റായി. അപ്പോൾ അതാണ് ഇന്നത്തെ കളി ഇത്രയധികം നിർണായകമാക്കി മാറ്റിയത്. പക്ഷേ തെറ്റായ തീരുമാനമാണത് എന്ന് കണ്ട് ഇപ്പോൾ ലീഗ്സ് കപ്പിൻ്റെ അധികൃതർ ആ ഒരു റെഡ് കാർഡ് പിൻവലിച്ചിരിക്കുകയാണ്. മയാമി അപ്പീൽ കൊടുത്തിരുന്നു, അത് അംഗീകരിച്ചു, പിൻവലിച്ചിരിക്കുന്നു. നമ്മൾ ആ വാർത്തയിലേക്ക് പോവുകയാണ്. മാക്സി ഫാൽക്കൻസ് റെഡ് കാർഡ് ഹാസ് ബീൻ ഓവർടേൺഡ് ആൻഡ് ഹി ഈസ് ക്ലിയർഡ് ടു പ്ലേ ഇൻ ടുമാറോസ് ലീഗ്സ് കപ്പ് മാച്ച് എന്നാണ് റിപ്പോർട്ട് വന്നിരുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ ലീഗ്സ് കപ്പ് മത്സരം കളിക്കാൻ പറ്റും. ഇന്റർ മയാമി കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു ഡിസിപ്ലിനറി കമ്മിറ്റിക്ക്. ഈ ഒരു റെഡ് കാർഡ് തെറ്റാണ്, അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ആ തീരുമാനം എടുത്തിരിക്കുന്നു ബേസ്ഡ് ഓൺ ചാപ്റ്റർ 13 ഓഫ് ദി ലീഗ്സ് കപ്പ് റെഗുലേഷൻ. അപ്പോൾ ലീഗ്സ് കപ്പ് റെഗുലേഷൻ്റെ ചാപ്റ്റർ 13 അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ് ഇപ്പോൾ ഓവർടേൺ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലെയർക്ക് ഈ മത്സരം കളിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഫെയർ പ്ലേ ടേബിൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വിവരം കിട്ടിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്റർ മയാമിക്ക് മാക്സി ഫാൽക്കണെ കളിപ്പിക്കാൻ പറ്റും. അത് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.